Afternoon. Okay, so shall we start our class? So last class, okay. So last class, we are discussed module one topics, right? So anyone can remember what are the topics belongs in first module? ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഫസ്റ്റ് മോഡലിലുള്ളത്? ഏതെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിച്ചതെന്ന്. എന്ന് വെച്ചാൽ ദേ ഹാവ് എ ലോട്ട് ഓഫ് സ്മോൾ ടോപ്പിക്സ് ആർ ദെയർ, റൈറ്റ്? സോ വാട്ട് ആർ ദ ടോപ്പിക്സ് വി ആർ സ്റ്റഡീഡ് ഇൻ മോഡ്യൂൾ 1? ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ്? ചാറ്റ് ബോക്സിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ഹെഡിങ്സ് അല്ല, ഐ നീഡ് ടോപ്പിക്സ്. വാട്ട് ആർ ദ ടോപ്പിക്സ് വി ആർ ഡിസ്കസ്ഡ് ഇൻ മോഡ്യൂൾ 1? Type fast, one by one at a type ചെയ്ത് നോക്കട്ടെ. So now need to type all the topics. What are the topics we are discussed in module 1? എന്താ റെസ്പോൺസ് ഒന്നും ഇല്ലാത്ത? What are the topics? ഓർമ്മയില്ലായിരുന്നു ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ച ടോപ്പിക്സ്, ഹെഡിങ്സ് ഒന്നും. ഓർഡർ ആയിട്ട് വേണ്ട, നിങ്ങൾക്ക് ഓർക്കുന്ന ടൈപ്പിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തോ, നോക്കട്ടെ എന്തൊക്കെ ഓർമ്മയിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ആറ്റിറ്റ്യൂഡ്, ഓക്കെ, ഗുഡ്. What is meant by attitude? It's a frame of mindset, right? Then next, വേറെ എന്താ പഠിച്ച? എമ്പത്തി ആൻസർ ആണ് അല്ലേ? പോസിറ്റീവ് തിങ്കിങ്. ഓക്കെ, എമ്പത്തി ആൻസർ ആണ്. സോ എമ്പത്തി belongs in which topic? Life skill are defined by who? ഓക്കെ, എമ്പത്തി ഇതിൽ പഠിച്ചതാണ്. ലൈഫ് സ്കിൽ ഡിഫൈൻഡ് ബൈ ഹു? ഓക്കെ, ലൈഫ് സ്കിൽ defined by who? Okay, so creative thinking also life skill defined by who എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് പഠിച്ചത്. ഓക്കെ, ദെൻ ഗുഡ്. ലീഡർഷിപ്പ്, ശ്രീരജ് കറക്റ്റ് ആണ്, ലീഡർഷിപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ personal development, not a personality development. Good. Then IQ, EQ, SQ. What is stands for IQ? IQ means intelligent quotient, emotional quotient, then social quotient. Motivation. Good. Motivation പഠിച്ചിട്ടുണ്ടായിരുന്നു. Then right attitude. Good. Para. What are the perseverance? Setting goals. Good. Channel or setting goals. Adaptive skills other definition ആണ്. What is meant by life skill എന്ന് പറയുമ്പോൾ that is the positive behavior and adaptive okay, big picture. Siddharth, good. Attention to detail, good. Then research skill, good. Research skill. Then വേറെ എന്തൊക്കെ ടോപ്പിക്സാ പഠിച്ച? പ്രിസർവൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഗുഡ്. വേറെ ഓക്കെ, അത്യാവശ്യം എല്ലാ ടോപ്പിക്സും പറഞ്ഞു. ഓക്കെ, സോ ഇത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ പറഞ്ഞത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് അബൌട്ട് മോഡ്യൂൾ 2 ടോപ്പിക്സ്. ഓക്കെ, മോഡ്യൂൾ 2 ടോപ്പിക്സ്. എൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ആർ യു ഏബിൾ ടു see my screen? Yes. Okay, so module 2. So first topic is self-awareness, right? So already we are discussed what is self-awareness. What is mean by self-awareness? What is meant by self-awareness? Self-awareness means identify ourselves, right? So we need to identify our positive thoughts and negative thoughts. That is self-awareness. So റിലാക്സ് ആയിട്ടിരിക്കുക, ഇരുന്നിട്ട് നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവെയർ ചെയ്യുക. സോ വി നീഡ് ടു ഐഡന്റിഫൈ അവർ ഫോൾട്ട്. Okay, again, what is our positive side? What is our negative side? What are the things we are finding ourselves? So that is called self-awareness. Okay, so self-awareness in a normal human being, so self-awareness is too important. Okay, so what is meant by self-awareness? Self-awareness is the ability to see yourself clearly and objectively through the reflection and introspection.
ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ സെൽഫ് അവയർനെസ്? സെൽഫ് അവയർനെസ്, ഓക്കെ, നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? ഓൾറെഡി നമ്മൾ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വാട്ട് ഈസ് ഇൻ ബൈ സെൽഫ് അവയർനെസ്? സോ ഐഡന്റിഫൈ അവർ സെൽഫ്, റൈറ്റ്? സോ ഐഡന്റിഫൈ അവർ പോസിറ്റീവ് തോട്ട്സ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ്, അവർ ബിഹേവിയർ, ദാറ്റ് ദ തിങ്സ്, ദാറ്റ് ഈസ് അവർ സെൽഫ് അവയർനെസ്. ഓക്കെ, what is the best definition for self awareness? Self awareness is the ability to see yourself clearly and objectively. What is meant by objectively? Objectively എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഇൻ എ വേ ദാറ്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ഫീലിങ്സ് ഓർ ഒപ്പീനിയൻസ്. വാട്ട് ഈസ് മീൻ ബൈ ഒബ്ജക്റ്റീവ്ലി? ഒബ്ജക്റ്റീവ്ലി മീനിങ് എന്താണ്? ഇൻ എ വേ ദാറ്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ഫീലിങ്സ് ഓർ ഒപ്പീനിയൻസ്. ഓക്കെ, നമ്മുടെ പേഴ്സണൽ ഫീലിങ്സോ അല്ലെങ്കിൽ ഒപ്പീനിയൻസോ ഇങ്ങനെയുള്ള ഫീലിങ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഡൗൺ ആയി ഒന്നും പോകരുത്. സോ ദാറ്റ് ദ തിങ്സ് വി നീഡ് ടു സീ അവർ സെൽഫ്. Okay, so the definition is self-awareness is the ability to see yourself clearly and objectively through reflection and introspection. So reflection and introspection means what? So sometimes എന്ത് ചെയ്യാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാണ്, സംടൈംസ് നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ചിട്ട് നിങ്ങൾ വേറെ ഒരാളടുത്ത് എന്ത് പറയാണ്? എന്തെങ്കിലും കുറ്റം എന്തെങ്കിലും പറയാൻ. ദാറ്റ് ഇസ് എ റിഫ്ലക്ഷൻ. ഓക്കെ, ദിസ് ഇസ് അവർ ബിഹേവിയർ റിഫ്ലക്ഷൻ ആണ്. Okay, so he is your close friend, but you are backbiting in okay, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാണ്? ബാക്ക് ബീറ്റ് ചെയ്യാണ് അല്ലേ? സോ അവരെ കുറിച്ച് കുറ്റം പറയുന്നത്. അപ്പോൾ അതൊരു ഹോസ്റ്റ് ക്യാരക്ടറാണ്. സോ റിലാക്സ് ആയിട്ട് ഇരിക്കുക, ഇരുന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളുടെ ബിഹേവിയറിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അവർ ബിഹേവിയർ. ഓക്കെ, so self-awareness is the ability to see yourself clearly and objectively through the reflection and introspection. So introspection means it's a observation. Okay, so നമ്മളുടെ എമോഷണൽ ബിഹേവിയർ, അഗൈൻ നമ്മുടെ ഫീലിങ്സ്, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ഒബ്സർവ്. ദാറ്റ് ഈസ് ഇന്റർസെപ്ഷൻ. ഓക്കെ, so first line is clear. So self-awareness is the ability to see yourself clearly and objectively through the reflection and interception. Clear ആണോ first line? What is meant by self-awareness? So നമ്മൾ ഇരിക്കുകയാണ്. So we need to സീ യുവർ സെൽഫ്. നിങ്ങളായിട്ട് തന്നെ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് മോണിറ്റർ ചെയ്യണം. ഓക്കെ, ബട്ട് നമ്മളെ നോർമൽ കേസ് എന്താണ്? എല്ലാ സമയത്തിലും നമ്മൾ എന്ത് ചെയ്യും? ഇന്നൊരാൾ ചെയ്യുന്ന ഫോൾട്ട് നമ്മൾ ഫോൾട്ടെന്ന് വേഗം പറയും അല്ലെ? നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയും. ഓക്കെ, സെയിം ടൈം സംടൈംസ് വി ആർ ആൾസോ ഡൂയിങ് ദ സെയിം ഫോൾട്ട്, റൈറ്റ്? സോ ഇൻ ദാറ്റ് കേസ് നമ്മൾ എന്ത് പറയും? ആ ഫോൾട്ടിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് വരില്ല. നമ്മൾ എന്ത് ചെയ്യുമില്ല? കുറച്ച് റീസൺസ് പറയും. ഈ റീസൺസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫോൾട്ട് ചെയ്തത് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? വി ആർ ടെല്ലിങ് സം റീസൺസ്, റൈറ്റ്? സോ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ പറയാൻ പാടില്ല. സോ സെൽഫ് അവയർനെസ് മീൻസ്, സോ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി അണ്ടർസ്റ്റാൻഡ് അവർ ബിഹേവിയർ. ഓക്കെ, സംടൈംസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഷോർട്ട് ടെമ്പർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ആ ടൈം ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, ഓക്കെ, നമ്മുടെ ബിഹേവിയർ ഇതാണ്. സോ ഷോർട്ട് ടെമ്പർ അവിടെ സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ആവണം. ഇതിന് വേണ്ടിയിട്ടാണ് സെൽഫ് അവയർനെസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സം ബിഹേവിയേഴ്സ് നിങ്ങൾക്ക് എന്താണ്? ഇറിറ്റേറ്റഡ് ആണ്. ഓക്കെ, ഇറിറ്റേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇറിറ്റേറ്റഡ് ബിഹേവിയർ അവിടെ സംഭവിക്കാൻ പോവുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? കൂളായിട്ട് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ അവയർ ചെയ്യണതൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? സെൽഫ് അവയർനെസ് എന്ന് പറയാം. Okay, so self-awareness, it is clearly and objectively through the reflection and interception. So self-awareness involves being aware of different aspects of the self, including traits. Traits means what? Our character and quality. ഓക്കെ, സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ എന്താ പറയുക? ഒരു ഹ്യൂമൻ ബീങ്ങിനെ എടുത്ത് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുക? ഓക്കെ, ആ സ്റ്റുഡൻറ്റ് നല്ലതാണ്, ഈ സ്റ്റുഡൻറ്റ് ബാഡാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഏത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ പറയുക? നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യാം അല്ലെ? നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഏത് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ നോക്കട്ടെ. സോ സംടൈംസ് യു ആർ ഗോയിങ് ടു ചൂസ് ഓൺ ഫ്രണ്ട്, റൈറ്റ്? സോ നിങ്ങൾക്ക് ഇവിടെ 63 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, 63 സ്റ്റുഡൻസിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ക്വാളിറ്റീസ് വെച്ചിട്ടാണ് നിങ്ങൾ ഫ്രണ്ടിനെ പിക്ക് ചെയ്യുക? ബിഹേവിയർ, വേറെ only ബിഹേവിയർ, ക്യാരക്ടർ, ദെൻ ഓക്കെ, മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? ബിഹേവിയർ, അഗൈൻ ക്യാരക്ടർ, അഗൈൻ ആ ക്വാളിറ്റി നോക്കാം അല്ലേ? ആളിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അയാളുടെ ഇതല്ല, ഫാമിലി ഇതല്ല, നമ്മൾ എന്താണ്? ഓക്കെ, ഹി ഈസ് ജെന്യൂ ഓർ നോട്ട്. ഓക്കെ, സോ നമ്മൾ എപ്പോഴാണ് ജെന്യൂ ആവുക? നമ്മളെ തന്നെ അവയർ ആവുമ്പോഴായിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജെന്യൂവലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ സെൽഫ്
Self-awareness involves being aware of different aspects. Different aspects means നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഹാപ്പി ആണോ, ഹാപ്പി ഫീൽ ആണോ ഉണ്ടാവുക. സോ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾ മോർണിംഗ് കോളേജിലേക്ക് വന്നു. മോർണിംഗ് കോളേജിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടാണ് വരിക. ഓക്കെ, ഫസ്റ്റ് അവർ നിങ്ങൾ സംസാരിച്ചതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാഫ് എന്ത് ചെയ്ത് നിങ്ങളെ വഴക്ക് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങളും സെയിം മോർണിംഗ് വന്ന സെയിം മൂഡിലാണോ നിങ്ങളുള്ളത്? നിങ്ങളുടെ മൂഡ് എന്തായിട്ടുണ്ട്? ചേഞ്ച് ആയിട്ടുണ്ട്. സോ 7 hours നിങ്ങൾ ഇരിക്കുമ്പോൾ എന്താവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്? സംടൈംസ് യുവർ ബിഹേവിയർ വിൽ ബി ചേഞ്ച് ഇൻ ഒവ്വൊരു അവറിനും നിങ്ങളുടെ ബിഹേവിയർ ഒവ്വൊരു രീതിയിലാണ് ഉണ്ടാവുക, അല്ലേ? സോ അപ്പോൾ എങ്ങനെ ഒരു ആസ്പെക്ട്, എന്തൊരു ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വന്നാലും വി വർക്ക് ആസ് എ സ്റ്റേബിൾ. ഓക്കെ, നമ്മളെങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ആർ എന്താണ്? സെൽഫ് അവെയർ ആണ്. ഓക്കെ, അങ്ങനെയുള്ള കേസാണ് സെൽഫ് അവെയർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൽഫ് അവെയർനെസ് പഠിക്കുന്നത്. Okay, self-awareness involves being aware of different aspects of the self, including traits. Trait means our quality and character, then behavior and feelings. Okay, so എന്ത് ഡിഫറെൻറ്റ് അസ്പെക്ട്സ് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ബി ഹോൾഡ് എ സ്റ്റാറ്റിക് മാനർ സോ ഓഫ് ദ സെൽഫ്, ഇൻക്ലൂഡിംഗ് ട്രേറ്റ്സ് ആൻഡ് ബിഹേവിയർ ആൻഡ് feelings. So essentially it is a physiological state in which oneself becomes the focus on your attention. Okay, so psychological attention means what? Relate our psychology, right? So നമ്മളുടെ ബിഹേവിയർ നമുക്കറിയാം. ഓക്കെ, നമ്മളുടെ ബിഹേവിയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്ത് നിൽക്കുക. സോ ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഇൻ വിച്ച് വൺ സെൽഫ് becomes the focus on of our attention. Okay, self-awareness is one of the first component of the self-concept to emerge. Okay, emerge means what? Move out. Okay, so emerge. While self-awareness is something that is central to who you are, it is not something that you are actually focused on every moment of every day. Okay, self-awareness is the first component of your self-concept to you emerge. Okay, self-concept എന്ന് പറയുമ്പോൾ എന്താണ്? സോ self-awareness is and full depend on ourselves, right? സോ സെൽഫ്ലി നമ്മളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ക്യാരക്ടർ ഉണ്ടാവുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ക്യാരക്ടർ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ ഉണ്ടാവുക. സോ സെൽഫ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് നമ്മളുടെ ക്യാരക്ടർ, നമ്മളുടെ ക്വാളിറ്റി ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, സോ self-awareness is one of the first component of the self-concept to emerge. So while self-awareness is something that is central to who you are, it is not something that you are actually, what is meant by actually? In way that show the perception, understanding on your side. Okay, person actually means what? It is a understanding. Okay, എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ how we are understanding that issue. Okay, so there have some problems are happen in outside. സോ നമ്മൾ എന്ത് ചെയ്യുക? ഓക്കെ, ആ പ്രോബ്ലത്തിന് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് യു ആർ ആക്ച്വലി ഫോക്കസ്ഡ് ഓൺ അറ്റ് എവറി മൂമെന്റ് ഓഫ് എവറി ഡേ. Okay, instead self-awareness becomes woven. Woven means what? Woven means formed by interlacing lonely threads passing in a one direction. It's like that our dress, നമ്മുടെ ഡ്രസ്സിനെ പറയാം. ഓക്കെ, നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡ്രസ്സ് എങ്ങനെയാണ് മേക്ക് ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ ഡ്രസ്സ് എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക? കോട്ടൺ ആണ്, അല്ലേ? ഒவ்வொരു ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ത്രെഡ് ഫെയിൽ ആയാൽ കൂടി നമ്മുടെ ഡ്രസ്സ് എന്തായി പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്? നമ്മുടെ ഷർട്ടാണ്. നമ്മുടെ ഷർട്ടിൽ എന്താണ്? നമ്മൾ ബ്ലേഡ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എന്തെങ്കിലും ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ടോയിൻ എന്തായിട്ടുണ്ടാവും? പോയിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഷർട്ട് തന്നെ എന്താവും? പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ കുറേ ബിഹേവിയേഴ്സ്, നമ്മുടെ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ബിൽഡ് ചെയ്യാണ്. സോ ഇഫ് ഏതിലെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? നമുക്ക് സെൽഫ് അവയർനെസ്സിൽ പ്രോബ്ലംസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ instead of self-awareness becomes woven into the fabric of who you are emerges at different points depending on the situation, on your personality. Okay, in our life they have in every day we are facing in different problems. In that all problems we are working as a constant manner. Okay, എന്ത് പ്രോബ്ലംസ് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? സെൽഫായിട്ട് നിന്ന് ഫേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെൽഫ് അവയർനെസ് വേണ്ടത്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയൊക്കെയാണ് സെൽഫ് അവയർനെസ്, എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് സെൽഫ് അവയർനെസ് വേണ്ടത്? വൈ ഡു വി നീഡ് സെൽഫ് അവയർനെസ്? ഇറ്റ് ക്യാൻ മേക്ക് us more
proactive. Okay, proactive means we are controlling some situations. Okay, നമുക്ക് സെൽഫ് അവയർനെസ് ഇരുന്നാലും മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സിറ്റുവേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സംടൈംസ് നിങ്ങൾ എന്താണ്, ഒരാൾ ഭയങ്കര ആങ്കർ പറഞ്ഞ ആളാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം പറഞ്ഞ ഒരാളാണ്, ഓക്കെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിരിക്കുന്ന ആളാണ്. ഓക്കെ, ഒരു സ്ഥലത്തിൽ പോകുമ്പോൾ നല്ല രീതിയിൽ ചിരിക്കുന്ന ആളാണ് തന്നെ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുക, സപ്പോസ് നമുക്കറിയാം ചില സ്റ്റാഫൊക്കെ എന്താണ് സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോൾ എന്ത് വരും, ചിലപ്പോൾ ചിരി വരും അല്ലേ. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വെറുതെ ചിരിച്ചാൽ എന്ത് പ്രശ്നം വരും, അവർക്ക് എന്തായാലും ബ്ലോക്ക് ലിസ്റ്റിലാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർക്ക് സെൽഫ് അവെയർ ഇരുന്നാലും മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസസ് ആണ് പ്രൊആക്റ്റീവ്. പ്രൊആക്റ്റീവ് മീൻസ് ഇറ്റ്സ് ലൈക്ക് കൺട്രോളിങ് എ സിറ്റുവേഷൻ. നമുക്ക് സെൽഫ് അവെയർനെസ് ഇരുന്നാൽ മാത്രമാണ് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ? ഇറ്റ് ക്യാൻ മേക്ക് us മോർ പ്രൊആക്റ്റീവ്, boost our acceptance and encourage positive self development. ഓക്കെ, സോ സെൽഫ് അവെയർനെസ് ഇരുന്നാൽ മാത്രം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക? ഇറ്റ് ക്യാൻ മേക്ക് us മോർ proactive, then boost our acceptance and encourage positive and self development. Then another one is self awareness allow us to see things from a perspective of others, practice self control. ഓക്കെ, സെൽഫ് അവയർനെസ് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതേഴ്സ് ആംഗിൾ, ഓക്കെ, വേറൊരു ആളുടെ ആംഗിൾ നമുക്ക് ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. സെൽഫ് അവയർനെസ് അലോ us to see things from the perspective of others, practice self control, work creatively and productively, and experience pride in ourselves and our work as well as general self esteem. ഓക്കെ, സംടൈംസ് നമ്മൾ എന്ത് ചെയ്യും, ചില കാര്യം സെൽഫ് അവയർനെസ് ഇല്ലാന്ന് വിചാരിക്കുക. ഓക്കെ, സംടൈംസ് നമ്മൾ എന്തെങ്കിലും തെറ്റെന്തെങ്കിലും ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ പ്രശ്നങ്ങളെ ഏത് ആംഗിളിലേ നോക്കുള്ളൂ, നമ്മളുടെ സൈഡിലേട്ട് മാത്രമാണ് ഒരു പ്രശ്നത്തിന് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ സപ്പോസ് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഫ്രണ്ടിനെതിരായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിന് അങ്ങനെയുള്ള ആരെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ യു ആർ സീയിങ് ഓൺലി ഇൻ യുവർ ആംഗിൾ. ഓക്കെ, നിങ്ങളുടെ ആംഗിളിൽ മാത്രമാണ് ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നത്. ഓക്കെ, സോ സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം, അതേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് നോക്കണം. ഓക്കെ, സോ first one is it can make us more proactive, boost your acceptance and encourage positive and self development. Then another one is self awareness allow us to see things from perspective of others, practice self control, work creatively and productively, and experience pride in ourselves and our work as well as general self esteem. Then another benefit is it leads to better decision making. ഓക്കെ, സെൽഫ് അവയർനെസ് ഇരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വി ക്യാൻ ഗെറ്റ് എ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ഇപ്പം തന്നെ അറിയാം, നമ്മളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് എന്തറിയില്ല, ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സപ്പോസ് നമ്മൾ പാരൻസിനടുത്ത് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനടുത്ത് ചോദിക്കണം. സംടൈംസ് നമ്മൾ എന്ത് ചെയ്ത് കാണും, കുറേ സജഷൻ ചോദിക്കും. ഓക്കെ, സംടൈംസ് ചില ആൾക്കാർക്ക് മോർണിംഗ് ഡ്രസ്സിൽ തന്നെ എന്തും ഉണ്ടാവില്ല, ചില കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഇൻ ദാറ്റ് ടൈം എന്ത് ചെയ്യും, അവർക്ക് സജഷൻ ചോദിക്കും, ഈ ഡ്രസ്സ് ഓക്കെ ആണോ, ഈ ഷൂ ഓക്കെ ആണോ. സോ ദാറ്റ് ഈസ് സെൽഫ് അവയർനെസ്. നമ്മൾ അവരുടെ സോ യു ആർ കോൺഫിഡൻറ്റ്, ആ ഡ്രസ്സ് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, അതർ ആൾക്കാരുടെ സജഷൻസ് ചോദിക്കേണ്ട ആവശ്യമില്ല. Okay, so if you have a self-awareness, usually leads to be a better decision making. Then another one is it can make us better at your job. So if you have a self-awareness, you too make us a better at your job. നിങ്ങളുടെ ജോബിൽ നിങ്ങൾ എന്തായിരിക്കും, പ്രോപ്പർ ആയിട്ടിരിക്കും. ദേ ഹാവ് എ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഇൻ ദ വർക്ക് പ്ലേസ്. സോ സംടൈംസ് നിങ്ങൾ നല്ല രീതിയിൽ സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ നിങ്ങൾ എന്തായിരിക്കും, ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. ചില സ്ഥലത്തിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ നമ്മൾ ചില പിള്ളേരെ കണ്ടറിയാം അല്ല, എന്ത് ചെയ്തോളാം, കൂട്ടത്തിൽ എന്ത് ചെയ്യൂല, സംസാരിക്കാതെ എന്ത് ചെയ്യാൻ തനിച്ച് നിൽക്കുന്നുണ്ടാവും. സോ അവർക്ക് എന്തോ സെൽഫ് കോൺഫിഡൻറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, കൂട്ടത്തിൽ വന്നാൽ എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെയാണ് എങ്ങനെയായിരിക്കുക, അലോണിലിരിക്കുക. ഓക്കെ, so it make us, if we have a good self-awareness, so it can make us better at our jobs, better communicators in our workplace, and enhance self-confidence and job-related well-being. Okay, so if we have a self-awareness, we are also doing these things. We are making more proactive, boost our acceptance and encouraging positive and self-development, and we have some self-control. Then it leads us a better decision making. It can make us set our jobs, better communication in the workplace, and enhance our self-confidence and job-related well-being. Okay, these are the things. If you want, if self-awareness ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക.
Okay, the benefits listed are the reason enough to work on improving self-awareness, but this list may by no means exhaustive. ഓക്കെ, എക്സാക്റ്റീവ് മീൻസ് സോ നമ്മൾ എന്താണ് എല്ലാ എന്ത് ചെയ്യേണ്ടത്, വി നീഡ് ടു കൺസിഡറിങ് ഓൾ എലിമെന്റ്സ് ആൻഡ് പ്രോസ്പെക്ട്സ്. ഓക്കെ, സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ സെൽഫ് അവയർനെസ് മാത്രമല്ല. സോ സെൽഫ് അവയർനെസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് സെൽഫായിട്ട് കുറേ പ്രശ്നങ്ങൾ വരും. എന്താണ് ട്രൈറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു ഇമ്പ്രൂവ്. Okay, improving self-awareness, but this list by no means exhaustive. Self-awareness has the potential to enhance virtually every experience you have as a tool as practice that can make use anywhere, anytime, ground yourself in the moment of realistic. Okay, a paragraph around it. So if you have a self-awareness means, so in your life you have a facing any issues. Okay, നിങ്ങൾക്ക് എന്ത് issues വന്നിട്ടുണ്ടെങ്കിലും if you have a good self-awareness means you can handle that issue. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് സെൽഫ് അവയർനെസ് ഇല്ല. സോ ഇഫ് ഹാവ് ഡോണ്ട് ഹാവ് എ സെൽഫ് കോൺഫിഡൻസ് മീൻസ് നിങ്ങൾക്ക് എന്താണ് എപ്പോഴും നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക, ഫിയർ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, സോ സംടൈംസ് നിങ്ങൾ എന്താണ്, ഇപ്പോൾ നമുക്കറിയാം മാത്സിൽ നിങ്ങൾ വീക്ക് എന്ന് വിചാരിക്കുക. ഓക്കെ, മാത്സിൽ വീക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവെയർ ആയിട്ടുണ്ട്. സോ മാത്സിൽ ഗുഡ് അല്ലാന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇൻ ദാറ്റ് കേസ് നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് അവെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഷുഡ് നീഡ് സം ഹാർഡ് വർക്ക്, ഡു സം ഹാർഡ് വർക്ക്. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫീൽഡിൽ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് നിങ്ങൾ സെൽഫ് അവെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ മാത്സിൽ വീക്ക് എന്ന് അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യുക, സെയിം സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾക്ക് എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്തു പോകുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോകുന്നത്. അപ്പോൾ അതിലേക്ക് എന്ത് വരും, ഇഷ്യൂ ആയിട്ടാണ് മാറുക. ഓക്കെ, സോ ഇഫ് യു ഹാവ് എ സെൽഫ് അവയർനെസ്, ഇഫ് യു ഡു ദ സെൽഫ് അവയർനെസ് മീൻസ് നിങ്ങളുടെ ലൈഫിൽ എന്തൊരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ആ ഇഷ്യൂസിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഹൗ വി ആർ 5 ways ടു കൾട്ടിവേറ്റ് സെൽഫ് അവയർനെസ്. ഓക്കെ, സെൽഫ് അവയർനെസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള 5 things ആണ്. ഓക്കെ, നിങ്ങൾ ബോറാവല്ലേ, ടോപ്പിക്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ജസ്റ്റ് ഒരു എന്താ പറയുക, നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കല്ലേ, ജസ്റ്റ് നിങ്ങൾ കേൾക്കുക, അത്ര മതി. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് 5 ways ടു കൾട്ടിവേറ്റ് സെൽഫ് അവയർനെസ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ സെൽഫ് അവയർനെസ് മെയിൻറ്റെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഈസ് ക്രിയേറ്റീവ് സ്പേസ് ആൻഡ് ടൈം. ഓക്കെ, സോ ക്രിയേറ്റീവ് സ്പേസ് ആൻഡ് ടൈം മീൻസ് വാട്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് വിത്ത് യുവർ സെൽഫ് ഡെയിലി എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടി ഇൻട്രാക്ട് ചെയ്യണതല്ല, ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഇൻഡിവിജ്വലായിട്ട് തനിച്ചിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കുറിച്ച് ചിന്തിച്ച് നോക്കുക. ഓക്കെ, കണക്ട് വിത്ത് യുവർ സെൽഫ് ഡെയിലി. ഓക്കെ, സോ നമ്മൾ കുറച്ച് നേരം എന്തായിരിക്കുക, അലോണായിട്ട് എവിടെയെങ്കിലും ഇരിക്കുക, എന്താണ് വീട്ടിലാണെങ്കിൽ ടെറസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി തനിച്ചിരിക്കുക. അഗൈൻ തിങ്ക് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളുടെ ഡ്രോബാക്ക് എന്താണ്, നിങ്ങളുടെ പോസിറ്റീവ് എന്താണ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുക നിങ്ങൾ ആലോചിച്ച് നോക്കുക. ദെൻ അവോയ്ഡ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ്. സോ അവോയ്ഡ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് മീൻസ് വാട്ട്, ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. അവോയ്ഡ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് മീൻസ് വാട്ട്. ഫസ്റ്റ് വൺ എന്താണ്, കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ ഫ്രണ്ടിൻ്റെ കൂടി ഇരുന്ന് സംസാരിക്കാനല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, തനിച്ച് എവിടെയെങ്കിലും റൂമിൽ അല്ലെങ്കിൽ ടെറസിൽ പോയി ഇരിക്കുക. എന്നിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിച്ച് നോക്കുക. ഓക്കെ, നിങ്ങളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്താണ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്താണ്. ഓക്കെ, സംടൈംസ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും ടെൻഷൻ ആയിട്ടുണ്ടാവും. ഞാൻ എന്തിനാണ് ടെൻഷൻ ആയത്, അതിൻ്റെ ബേസിക് റീസൺ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അവെയർ ചെയ്ത് നോക്കണം. അതാണ് ഫസ്റ്റ്. ഓക്കെ, സെക്കൻഡ് മീൻസ് എന്താണ്, അവോയ്ഡ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ്. അവോയ്ഡ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് മീൻസ് വാട്ട്. എന്താണ് അവോയ്ഡ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ? സോഷ്യൽ മീഡിയ, വേറെ മെയിനായിട്ടുള്ള അവോയ്ഡ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ എന്താണ്, അവോയ്ഡ് ഫോൺ. ഗുഡ്. ഓക്കെ, കുറച്ച് നേരമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഫോണിനെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, റിലാക്സ് ആയിട്ട് വെറുതെ ഇരുന്ന് നോക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ അങ്ങനെ ഒന്ന് ഫീൽ ചെയ്ത് നോക്ക്. ആ റിലാക്സ് വന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ആ മൈൻഡ് സെറ്റ്. ഓക്കെ, ഇപ്പോൾ ഓക്കെ, ഫസ്റ്റ് അവോയ്ഡ് ഡിജിറ്റൽ പറയുമ്പോൾ എന്താണ്, ടി വിയിലുണ്ട് കുറച്ച് നേരം, ടി വി നോക്കാതിരിക്കുക കുറച്ച് നേരം, ഫുൾ ടൈം അല്ല. ഓക്കെ, ഒരു ഡേയിൽ എന്താണ് ഒരു ഹാഫ് ആൻ അവർ അങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഓക്കെ, വെറുതെ ടെറസിൽ എന്തെങ്കിലും ഇരിക്കുക, ഫോണൊക്കെ മാറ്റി വയ്ക്കുക, നിങ്ങളെക്കുറിച്ച് തന്നെ എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ ഫൈനൽ വൺ ഈസ് വാട്ട്, കെയർ വേർഡ് സാലിറ്റ്യൂഡ്. ഓക്കെ, കെയർ വേർഡ് സാലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്താ പറയുക, കർവ് ഔട്ട് സാലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, ഓരോ സിറ്റുവേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഫസ്റ്റ് ഓൺ ക്രിയേറ്റീവ് സ്പേസ് ആൻഡ് ടൈം. ദെൻ അനദർ വൺ ഈസ് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്.
ഓക്കെ. കർവോട്ട് സാലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയോ? സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ചിന്തിച്ച് നോക്കുക. സൈലന്റ് ആയിട്ട് ഇരുന്നെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഞാൻ ഷോർട്ട് ടെമ്പറാണ്. ഷോർട്ട് ടെമ്പർ ആണെങ്കിൽ ഞാൻ എങ്ങനെ അതിനൊക്കെ റിയാക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ. ദെൻ അനദർ വൺ ഈസ് പ്രാക്ടീസ് mindfulness. So practice mindfulness means what? Pay attention to your inner state as it arises. ഓക്കെ. പേ അറ്റൻഷൻ മീൻസ് എന്താണ്? സൈലന്റ് ആയിട്ട് ഇരിക്കുക. നമ്മൾ സൈലന്റ് ആയിട്ട് ഇപ്പോൾ യോഗയൊക്കെ ചെയ്യാണ്ട്, യോഗയൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളുടെ ഇന്നർ തോട്ട്സ് എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ. സോ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് മീൻസ് പേ അറ്റൻഷൻ ടു യുവർ ഇന്നർ സ്റ്റേറ്റ് ആസ് വെൽ as its arise. Then next one is try mindful walking, eating, listening. ഓക്കെ. സോ ഫസ്റ്റ് ഓൺ നമ്മൾ റിലാക്സ് ആയിട്ട്, ഫസ്റ്റ് ഇതിൽ എന്താണ്, നിങ്ങൾ വെറുതെ ഇരിക്കുക. ഓക്കെ, ഒരു പണിയും ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ടെറസിൽ എന്തെങ്കിലും പോയി ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് വെറുതെ ഇരിക്കുക. എന്തെങ്കിലും വന്നാൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. സെക്കൻഡ് ഉള്ളത് എന്താണ്? പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. സോ ഇൻ ദിസ് കേസ് ഓഫ് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്, സോ ജസ്റ്റ് പേ അറ്റൻഷൻ ടു യുവർ ഇന്നർ സ്റ്റേറ്റ്. ഓക്കെ, നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറയും. ഓക്കെ. ഓക്കെ, എന്താണ് അപ്പോൾ ആ ടൈമിൽ നമ്മളുടെ ബിഹേവിയർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്തു വരും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ്, നേച്ചറായിട്ട് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. സോ അങ്ങനെയുള്ള ടൈമിൽ നിങ്ങളുടെ മൈൻഡ് കുറേ കാര്യങ്ങൾ നിങ്ങളടുത്ത് തന്നെ പറയും. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട്. സോ അതാണ് ഫസ്റ്റ് വൺ, പേ അറ്റൻഷൻ ടു യുവർ ഇന്നർ സ്റ്റേറ്റ് as it arises. ദെൻ ട്രൈ മൈൻഡ്ഫുൾ വാക്കിംഗ്, ഈറ്റിംഗ് ആൻഡ് ലിസണിങ്. ഓക്കെ, എന്താണ് പറയുക? റിലാക്സ് ആയിട്ട് കുറച്ച് ദൂരം നടക്കുക. എഗെയിൻ എന്ത് ചെയ്യുക? റിലാക്സ് ആയിട്ട്. മോസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടി വി നോക്കും, ഇല്ലെങ്കിൽ എന്താണ്, മൊബൈൽ ഫോൺ നോക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് മാത്രം കഴിക്കുക. വേറെ പണിയൊന്നും നോക്കരുത്. ഫുഡിൽ മാത്രം കെയർ ചെയ്യുക, കഴിക്കുക. ഓക്കെ. Then eating and listening. Then another one is journal your awareness. So journal your awareness means process your thoughts through your writing. So നിങ്ങൾ വെറുതെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ, ആ ടൈമിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് കുറേ കാര്യങ്ങൾ പറയും അല്ലേ? ആ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നോട്ട് എടുത്തിട്ട് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ആ ടൈമിൽ എന്തൊക്കെയാണോ ആലോചിച്ചത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വയ്ക്കുക. ഓക്കെ, പ്രോസസ് യുവർ തോട്ട്സ് ആൻഡ് ത്രൂ റൈറ്റിംഗ്, റെക്കോർഡ് യുവർ ഇന്നർ സ്റ്റേറ്റ്സ്. നിങ്ങളുടെ ഇന്നർ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മൈൻഡ് റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണോ നിങ്ങളുടെ മൈൻഡ് ആലോചിച്ചത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നോട്ടിൽ എഴുതി വയ്ക്കുക. എഴുതി വെച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആഫ്റ്റർ ആ ടൈം കഴിഞ്ഞ ശേഷം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആലോചിച്ചതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിലും നമ്മളുടെ മൈൻഡിൻ്റെ എന്താണ്, നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെയാണ് ആലോചിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നോട്ടിൽ കാണാൻ പറ്റും. സംടൈംസ് നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ നോട്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എന്താണ് നമ്മൾ ആലോചിച്ചത് എന്നുള്ളത് ഓർമ്മയിൽ കിട്ടൂല. ഓക്കെ, സപ്പോസ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾ എന്താണ്, ഓക്കെ, ഈ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, നിങ്ങളുടെ പോസിറ്റീവ് ആയിരിക്കാം, സംടൈംസ് നിങ്ങളുടെ നെഗറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ അത് പ്ലസ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നെ എന്ത് പറയണത്, വേറെ ആൾക്കാരിൽ നിന്ന് ഡിഫറെൻറ്റ് ചെയ്ത് കാണിക്കുന്നത് എന്നുള്ള ഐഡിയാസ് ആയിരിക്കാം. ഓക്കെ, സോ അങ്ങനെ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് അനദർ വൺ ഈസ് പ്രാക്ടീസ് ലിസണിങ്. പേ അറ്റൻഷൻ ടു സ്പീക്കർ. ഓക്കെ, സംടൈംസ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഒരു കാര്യം മാത്രം ചെയ്യുക. പേ അറ്റൻഷൻ ടു സ്പീക്കർ മീൻസ്, സോ സപ്പോസ് നിങ്ങൾ എന്താണ്, ടി വിയിൽ എന്തെങ്കിലും ഡിബേറ്റ് നോക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പീക്കറിൻ്റെ ഇത് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ എന്ത് ചെയ്യുക? ഫുൾ ലിസൺ ചെയ്യുക. പേ അറ്റൻഷൻ ടു സ്പീക്കേഴ്സ്. ഓക്കെ, സോ സംടൈംസ് ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ എങ്ങനെയാണ്? സോ ക്ലാസ്സിൽ ഫുള്ള് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഫുൾ ക്ലാസ്സിലാണെങ്കിൽ ഫുൾ അറ്റൻഷൻ എവിടെ തന്നെ പോകണം? ആ ടീച്ചറിൽ തന്നെ പോകണം. സോ അബ്സർവ് എമോഷൻസ് ആൻഡ് ബോഡി ലാംഗ്വേജ്. ഓക്കെ, സോ ആ ടൈമിൽ എന്ത് ചെയ്യുക? ആ ടീച്ചർ, ആ സ്പീക്കറിൻ്റെ എന്ത് ചെയ്യുക? എമോഷൻസ് ആൻഡ് ബോഡി ലാംഗ്വേജ് നമ്മൾ അതിനൊക്കെ നോക്കുക. പിന്നെ നിങ്ങളുടെ എമോഷൻസ്, സംടൈംസ് എന്താണ്, ചില ആൾക്കാർ എന്ത് ചെയ്യും? കോമഡി ആയിട്ട് സംസാരിക്കും. ആ ടൈമിൽ നിങ്ങളുടെ എമോഷൻസ് എങ്ങനെയാണ്? നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്? അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 1 hour ഏതെങ്കിലും ഒരു ടോക്ക് കേൾക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ചെയ്തത്? ഓക്കെ, ഇപ്പോൾ എല്ലാവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയുള്ള? ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, എല്ലാവരുടെ ബോഡി ലാംഗ്വേജ് ഇപ്പോൾ എങ്ങനെയുള്ള? എത്ര പേരാണ് സ്ലീപ്പിംഗ്? ഉണ്ടോ ഇവിടെ ആരെങ്കിലും? ഇല്ല, എല്ലാവരും പോയാ? അശ്വലിന്റെ ബോഡി ലാംഗ്വേജ് എന്താണ് ഇപ്പോൾ? അശ്വൽ എം കെ, അസ്വാൽ എം കെ, വാട്ട്സ് യുവർ ബോഡി ലാംഗ്വേജ്? Body language, sitting. എമോഷൻ? Emotion ഒന്നുമില്ല. ക്ലാസ് ലിസണിങ്. ഓക്കെ, അഭിനന്ദ് സിന്റെ എമോഷൻ എന്താണ്? അഭിനന്ദ് സി?
അഭിനന്ദ് സി അല്ലേ? ഓക്കെ, നമ്മളെ കാണില്ല. ഐ തിങ്ക് എമോഷൻ. ഓക്കെ, സഹല നൂറ. എമോഷൻ എന്താ? എമോഷൻ. ഫാത്തിമ പി കെ, എമോഷൻ. ഫാത്തിമ പി കെ ഉണ്ടോ ഇവിടെ? ഓക്കെ. Then another one is practice paying attention to speaker, observe emotions and body language. Don't judge or evaluate. Okay, these are the practice in listening. Okay. When you are listening, that time you don't judge or evaluate that people. Okay, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പീക്കർ സംസാരിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്, ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകരുത്, അവരെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. സോ ഫുൾ കെയറിങ് നിങ്ങൾ എവിടെ തന്നെ ഇരിക്കണം, സ്പീക്കറിൽ തന്നെ ഇരിക്കണം. ഇപ്പം മോസ്റ്റ് ആയിട്ട് നമ്മൾ പറയും, ഏതെങ്കിലും ടോക്ക് കേൾക്കുമ്പോൾ തന്നെ എന്ത് പറയും, ഒരു ടോക്ക് ടി വിയിലോ എവിടെയെങ്കിലും നോക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ അവരെന്ത് ചെയ്യും, ഇയാൾക്ക് ഒന്നും അറിയില്ല, ഇയാൾ എന്താണ് സംസാരിക്കുന്നത്, ഓക്കെ, ഇയാൾ എന്തൊക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. സോ എന്ത് ചെയ്യാൻ പാടില്ല, എവാലുവേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ യു ഷുഡ് ഗിവ് എ ഫുൾ അറ്റൻഷൻ ടു ദാറ്റ് സ്പീക്കർ. ഓക്കെ, ആ ടൈമിൽ നിങ്ങളുടെ ഇത് എന്താണ്, അയാൾ എന്തും പറഞ്ഞോട്ടെ, യു ഷുഡ് ലിസൺ ദാറ്റ് ക്ലാസ്. ഓക്കെ, ആ ഫുള്ള് ലിസൺ ചെയ്ത ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെൽഫ് എവാലുവേറ്റ് ചെയ്യേണ്ടത്. അതർവൈസ് ആ ടൈമിൽ യു ഡോണ്ട് ഡു എ ജഡ്ജ് ഓർ എവാലുവേറ്റ് എനിത്തിങ്. ഓക്കെ, സോ ദെൻ അനദർ വൺ ഈസ് ഗെയിൻ എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്, ആസ്ക് ഫോർ ഫീഡ്ബാക്ക്. ഈ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1 വീക്ക് നിങ്ങൾ കോളേജിലേക്ക് വന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്ത ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, യു ക്യാൻ ആസ്ക് യുവർ ഫീഡ്ബാക്ക്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്ത് ഫീഡ്ബാക്ക് ചോദിക്കാം. ഹൗ ഈസ് മൈ ബിഹേവിയർ, സോ ഞാൻ എന്തെങ്കിലും എൻ്റെ ബിഹേവിയർ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണോ, സോ ജസ്റ്റ് ആസ്ക് ദം. ആൻഡ് അവരെന്ത് പറയും, ബിഹേവിയേഴ്സ്, നമ്മുടെ ക്യാരക്ടർ വെച്ചിട്ട് നമ്മളെ ബിഹേവിയർ പറയും. ഓക്കെ, ആ ബിഹേവിയർ ഉടനെ തന്നെ ചേഞ്ച് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം, തനിച്ചിരുന്നിട്ട് നമ്മൾ ആലോചിക്കണം. ഓക്കെ, സോ ഐ ഗോട്ട് എ ഫീഡ്ബാക്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓവറായിട്ട് ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ അവിടെ വരുന്നുണ്ട്. സോ ഫീഡ്ബാക്കിൽ അത് പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ. സോ ആലോചിച്ച് തനിച്ചിരുന്ന് എന്ത് ചെയ്യുക, ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക, ആ പ്രോബ്ലത്തിനെ റിസോൾവ് ചെയ്യുക. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ്. 5 ways to cultivate self-awareness. What are the things? Creative space and time, then practice mindfulness, then journal your awareness, then practice listening, then gain a different perspective. Okay, these are the things today we are studies. Today's study portions are self-awareness. What is self-awareness? Self-awareness is the ability to see yourself clearly and objectively through reflection and introspection. Then why do we need self-awareness? Because if we have a self-awareness, we will be a proactive, then boost our acceptance and encourage positive self-development. Then we can get some self-control. Then we will do some good decision making. Then we can make us a better at our jobs, better communication in the workplace, and enhance our self-confidence. Okay, then 5 ways to cultivate self-awareness. So what are the 5 ways? One is creative space and time, then practice mindfulness, then journal your awareness, then practice listening, then gain different perspective. Okay, the next topic is stress. Stress is already we are discussed. What is meant by stress? Stress എന്ന് പറഞ്ഞാൽ എന്താണ്? Stress is a feeling of emotion or physical tension. Okay, what is meant by stress? Stress is a feeling of emotional or physical tension. അതല്ലേ സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ സംടൈംസ് ഞാൻ എന്താണ്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്, ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ടൈം എന്ത് പ്രശ്നം വരും? സോ ഐ ആം ഗോയിങ് ടു ആസ്കിങ് സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നെയിം ലിസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ എടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റോൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ് ടൈം എന്താണ്, ചില ആൾക്കാർ വി ഫീൽ സം ടെൻസ്ഡ്, റൈറ്റ്? എന്തിനു വേണ്ടിയിട്ട് ടെൻസ്ഡ് ആവും? ഓക്കെ, എനിക്കാണോ ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ടെൻഷൻ വരും. അതെന്താണ്? ദാറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് സ്ട്രെസ്. ഓക്കെ, സോ സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷൻ നോക്ക്. സ്ട്രെസ് ഈസ് എ ഫീലിംഗ് ഓഫ് എമോഷണൽ ഓർ ഫിസിക്കൽ ടെൻഷൻ. Okay, it can come from any event or thought that makes you feel frustrated, angry or nervous. Okay, stress ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക? It can came from any event or thought that makes you feel frustrated, angry or nervous. ഈ 3 കാര്യങ്ങളല്ലേ നിങ്ങൾ സ്ട്രെസ് വരുമ്പോൾ വരിക. സ്ട്രെസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബിഹേവിയർ വരും? ഒന്ന് പറ നോക്കട്ടെ.
സപ്പോസ് യു ആർ ഫീലിംഗ് സം സ്ട്രെസ്. ഓക്കെ, സ്ട്രെസ് വരുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിൽ എന്തൊക്കെ ചേഞ്ച്